ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ SSC CGL 2024 ടയർ 2 ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എന്ന് പറയുന്ന 1/9 ആണ്. തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ദെൻ വാല്യൂ ഓഫ് സൈൻ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഐറ്റത്തിന് വേണമെങ്കിൽ എനിക്ക് നേരെ തിരിച്ചു എഴുതാമല്ലോ. അതായത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ, ഇങ്ങനെ എഴുതാം. കുഴപ്പമില്ലല്ലോ, നേരെ തിരിച്ചു വരും. എന്ത് വരും അപ്പോൾ? റേഷ്യോ എന്ന് പറയുമ്പോൾ 9/1 എന്ന് പറഞ്ഞു വരും. മറ്റേ 1/9 ആണ്, നമ്മൾ നേരെ തിരിച്ചിട്ടു. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ. കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ A/B എന്ന് പറയുന്നത് C/D ആണ് എങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുന്നു. ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ ഇപ്പുറത്തും അത് ചെയ്യുവാണെങ്കിൽ ഇത് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത. എന്തെന്ന് വെച്ചാൽ ഇതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത വരുന്നത്. അതായത് A/B ഈക്വൽ ടു C/D ആണെങ്കിൽ A+B ഡിവൈഡ് ബൈ A-B, C+D ഡിവൈഡ് ബൈ C-D ആയിരിക്കും. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് A, ഇത് B, ഇത് A, ഇത് B. ഓക്കെ, A+B, A-B. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോളിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ ഇതാണ് ന്യൂമറേറ്റർ, ഇതാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 2 സീക് തീറ്റ എന്ന് പറഞ്ഞു വരും. ദെൻ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ടാൻ തീറ്റ എന്ന് പറഞ്ഞു വരും. ഈക്വൽ ടു ഇവിടെ 9 1 10, ഇവിടെയാണെങ്കിൽ 9 നിന്ന് 1 കുറച്ചിട്ട് 8. ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5/4 എന്ന് എഴുതാം. എന്ത് ചെയ്താം? 5/4. ഈ രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ദെൻ സീക് തീറ്റ എന്ന് പറയുമ്പോൾ 1/cos തീറ്റ നമുക്കറിയാം. സീക് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? 1/cos തീറ്റ. അതുപോലെ തന്നെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ് എന്തെന്ന് പറയുന്നത്? ടാൻ തീറ്റ. അതാണ് 5/4. ഈ കോസ് തീറ്റ താഴോട്ട് വരുമ്പോൾ ഈ കോസ് തീറ്റയായിട്ട് വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി പോയിട്ട് 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 4/5 എന്ന് കിട്ടും. അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 4/5 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ടാൻ തീറ്റയാണ് അല്ലേ വേണ്ടത്? ഇവിടെ ഇപ്പോൾ സൈൻ തീറ്റ ഉണ്ട്, ടാൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ ടാൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരച്ച് കഴിയുമ്പോൾ ഇത് തീറ്റയായിട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് 90° അല്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എത്ര വരും? അഡ്ജസൻറ്റ് സൈഡ് √5 മൈനസ് 4 √9 അല്ലെങ്കിൽ 3. അല്ലെങ്കിൽ തന്നെ ഓർക്കുക 3 4 5 ആണ് ട്രിപ്ലറ്റ്. സോ ഇവിടെ 4 ഇവിടെ 5 വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 വരും. ഇനി നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ എത്ര വരുന്ന? 4/5. ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും? 3 സ്ക്വയർ 9 ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ. ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എത്ര വരും? 4/3 വരും. സോ അതിൻ്റെ സ്ക്വയർ. വീണ്ടും ഇവിടെ 4/5 പ്ലസ് 16/9. എനിക്കിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 36 മൈനസ് 80. ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് പോവും. സോ 45 കട്ട് ചെയ്ത് പോവും. അത് ഞാൻ എഴുതുന്നില്ല.
അതുപോലെ തന്നെ 36 പ്ലസ് 80. ഓക്കെ, ഇവിടെ കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? കുറച്ച് കഴിയുമ്പോൾ 44 എന്ന് പറഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ 44 എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ ഇവിടെ എത്ര വരും? 116. 116. ഓക്കെ, 4 വെച്ച് മൈനസ് വരും. 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 -11. ഇവിടെ 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പോകും അല്ലേ? 8 വരും. 8 വന്നിട്ട് ബാക്കി 36 വരും, 29 വരും. സോ -11/29 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.